ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പന്നിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കാൻ പോകണം. നമ്മൾ മുട്ടയായിട്ട് പോയിട്ട് പന്നി കിടക്കുന്നുണ്ട്. അങ്ങനെ 1.5 കിലോ പന്നി മേടിച്ച് കഴുകി വൃത്തിയാക്കണം. പന്നി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിക്കുവാണ് പന്നിക്കറി ഉണ്ടാക്കുന്നത്. കഴുകി റെഡിയാക്കി ഞാൻ കൊടുക്കും. ഇത് 1.5 കിലോ ഉള്ളൂ കേട്ടോ. 1.5 കിലോ പന്നിയുണ്ട്. നാല് 5 പ്രാവശ്യം കഴിയാൻ കഴുകി വെച്ചിരിക്കുന്ന പന്നി നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ച് വിസിലടിപ്പിക്കാം. ഒരു 5 വിസിൽ വന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച്, അപ്പം ബാക്കി നമ്മൾ ആ പന്നിയുടെ നെയ്യാണ് നമ്മൾ ഒഴിക്കണം. കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. പന്നി നെയ്യിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. തക്കാളി ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണ്, നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ഗരം മസാല ഇടാം ആവശ്യത്തിന്. അതിന് ആവശ്യത്തിനുള്ള മീറ്റ് മസാല ഇടാം.
നമ്മൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മസാലയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിയുമ്പോൾ നമുക്കത് ആ ഉള്ളിയും വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്യണം. അത് നമ്മൾ ആ പന്നിയുടെ നെയ്യും ആ വേവിച്ച വെള്ളവും കൂടെ കുറച്ചൊഴിച്ച് ആ മസാലയൊന്ന് നമുക്ക് ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എടുത്തിട്ട് നമ്മൾ കൊടുത്ത ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മസാലയും ഇറച്ചിയും കൂടെ തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് മസാലയൊക്കെ ഇറച്ചിയിലേക്ക് പിടിക്കുന്നിടം വരെ നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. നേരത്തെ കഴിച്ചായിരുന്നു. അപ്പോൾ കഴിക്കുന്നില്ല. നല്ല ഭംഗിയായിരുന്നു. നല്ല ടേസ്റ്റ് അല്ലേ. Thank you for watching our video. Subscribe.